പാർട്ടി വെയർ ആയിട്ടും പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സുമായിട്ടാണ് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നുണ്ടല്ലേ. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് സിൽക്ക് ബേസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു നെപ്പ് സിൽക്ക് ഫാബ്രിക് ആണ്. അതിൽ യോക്ക് ഇതുപോലെ നല്ലൊരു ഫ്ലോറൽ വർക്ക്സും അതിൽ ഫുള്ള് മെയിൻലി ഇതുണ്ട്, നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഇതിൽ ചെറുതായിട്ട് കൊടുത്തേക്കുന്നത്. ഒരു സെമി ഫങ്ഷൻ വെയർ അല്ലെങ്കിൽ കാഷ്വൽ ഫോമിലും അധികം ചൂടൊന്നും എടുക്കാത്ത ഫാബ്രിക് ആണ്. അതിൽ അതിൻ്റെ ഹോൾ ഓവർ ഇതുണ്ട്, ഫുൾ സെൽഫ് ഡിസൈൻസ് ആണ് ടോപ്പിൽ പോയേക്കുക വിത്ത് ദാമൻ ബോർഡർ. ഒരു ഡ്യുവൽ കളർ ഷെയ്ഡ്സ് ആണ്. അതായത് ഈ ഒരു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ദാമൻ ബോർഡറിലും പോയേക്കുന്നത്. കളർ ഷെയ്ഡ്സും അത് ഭയങ്കര കളർഫുൾ അല്ല, ഇച്ചിരി ടസ്റ്റി ഫിനിഷിൽ വരുന്ന ഷെയ്ഡ്സ് ആണ്. ഇതൊരു ലൈലാക്കും മാവും മിക്സ്ഡ് ടോൺ, പിന്നെ ഒരു ടസ്റ്റി ഗ്രീൻ്റെ കളർ വരുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ലൈലാക്ക് പോലെ നിൽക്കുന്നത്, ലെവൻഡറിൻ്റെയും ലൈലാക്കിൻ്റെയും മിക്സ്ഡ് ഷെയ്ഡ്. ഇതൊരു ഡാർക്ക് ഓർക്കിഡ് ഷെയ്ഡാണ്. ഇതൊരു ഡാർക്ക് ഓർക്കിഡ് കളർ. അതുണ്ടോ യോക്ക് കണ്ടില്ലേ, യോക്ക് ഒരു ക്രീമിഷ് ടോണിൽ ഫ്ലോറൽ വർക്ക്സും ഹാൻഡ് വർക്കും പോയിരിക്കുന്നു. ബാക്കി ഫുള്ളും സെൽഫ് ഡിസൈൻ ആണ്. താഴെ ഭാഗവും ആ ഒരു കോൺട്രാസ്റ്റ് ഡ്യുവൽ കളർ വരുന്ന ആ ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളർ ഷെയ്ഡിലാണ് എൻ്റെ ബോർഡർ ചെയ്തേക്കും. അതിലും ചെറിയ ഇതുണ്ടോ വർക്ക് ഉണ്ട്, ഒരു പ്രിന്റഡ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ പോലെ തന്നെ സെയിം ഫുൾ സെൽഫ് ഡിസൈൻ വിത്ത് ബോർഡർ ഫുൾ വിഡ്ത്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് സ്ലീവ്സ് കൊടുക്കുമ്പോഴും സ്ലീവ്സിൻ്റെ ബോർഡർ ആക്കിയും കൊടുക്കാൻ പറ്റും. ഇത് അധികം ചൂടെടുക്കില്ല. നെപ്പ് സിൽക്കാണ്, സിൽക്ക് കണ്ടന്റ് ഉള്ള ടൈപ്പ് ഫാബ്രിക് ആണ്. ഒതുങ്ങിക്കിടക്കും, ഇങ്ങനെ വരും ടോപ്പ്. ഇത് കൂടുതലും ഇതൊന്നും അമ്മമാർക്ക് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഒരു പാറ്റേൺ ആണ്. ദുപ്പട്ടയും കണ്ടോ, അതായത് ബോർഡർ ബേസ്ഡ് ഓൺ സെൻറ്റർ പോർഷൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് ആ ഒരു ക്രീമിഷ് ടോൺ കൊടുത്തിട്ട് ഫ്ലോറൽ വർക്ക്സ് ആണ്. ഇങ്ങനെ ഭയങ്കര സ്റ്റിഫ് ഒന്നും അല്ല കേട്ടോ, സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത്. സെയിം കളറിൽ ബോട്ടം. അത് ഡാർക്ക് ഓർക്കിഡ് ആണ്. ഇത് എനിക്ക് തോന്നിച്ചൂടെ ലാവൻഡർ ഫിനിഷ്ഡ്, ഓർക്കിഡ് ലാവൻഡർ ഫിനിഷായിട്ട് നിൽക്കുന്ന കളേഴ്സാണ്. ഇതിലെ കളേഴ്സ് എല്ലാം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഡീറ്റെയിലിംഗ് മനസ്സിലായി, ജസ്റ്റ് കളേഴ്സ് നോക്കിയാൽ മതി. ഇതൊന്ന് കുറച്ചുകൂടെ ലെവൻഡർ ബ്ലാൻഡഡ് ആയിട്ട് നിൽക്കുന്ന, ലെവൻഡറിൻ്റെ ഒരു ലൈലാക്കിൻ്റെ കൂടെ മിക്സ് വരുന്ന പോലത്തെ ഒരു കളറാണ്. സെൽഫ് പാറ്റേൺ, താഴെഭാഗം കോൺട്രാസ്റ്റ് ബോർഡർ. ഇതാണ് ദുപ്പട്ട വന്നേക്കുക. സെയിം കളറാണ് ബോട്ടം. നല്ല ക്യൂട്ട് ലുക്ക്. ചെറിയ ഫംഗ്ഷൻസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി വിയർ ആയിട്ടും യൂസ് ചെയ്യാം. 1195 ആണ് പ്രൈസ്. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ ഗ്രീൻ മിക്സ്ഡ് ആണ്. വീഡിയോയിൽ ഗ്രേ ആയിട്ട് തോന്നുന്നുണ്ടോ, അതായത് ഈ ബോട്ടത്തിന് വരുന്ന അതേ കളർ എപ്പോഴും നമ്മളുടെ കയ്യിലില്ല. ഇച്ചിരി റെയർ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ് ഈ സെറ്റ് ഫുള്ളും. എല്ലാ കളേഴ്സും അങ്ങനെയാണ്, നല്ല ഷെയ്ഡ്സ് ആണ്. ഈ ഫ്ലോറൽ വർക്ക്സിൽ കൊടുത്തേക്കുന്ന കോമ്പിനേഷൻസ് ആണ്, ഈ യെല്ലോ വയലറ്റ് കോമ്പിനേഷൻസ് ആണ് ദുപ്പട്ടയുടെ സെൻറ്റർ പോർഷനിൽ വന്നിരിക്കുന്നത്. ബാക്കി സെൽഫ് കളർ 1195 ആണ് പ്രൈസ്. സോ അപ്പം ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡ് ഉണ്ട്. ഇത് നമ്മൾ മുന്നേ കണ്ട ഷെയ്ഡ്സിന് തന്നെ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് വരും. മുന്നേ കണ്ടതിൽ എനിക്കൊന്ന് ലാവൻഡർ ഹൈലൈറ്റഡും ഇതിൽ വരുമ്പം കുറച്ചുകൂടെ ഒരു ലൈലാക്ക് ഹൈലൈറ്റഡും ആണ്. രണ്ടിലും ലൈലാക്കും ലാവൻഡറും ഉണ്ട്. അതിൽ ലാവൻഡർ ഹൈലൈറ്റഡ്, ഇതിൽ ലൈലാക്ക് ഹൈലൈറ്റഡ്. അത്രയും ഡിഫറൻസേ ഉള്ളൂ, പാറ്റേൺസ് സെയിം. ഇത്രയും കളേഴ്സ്. താങ്ക് യു.